എന്തിനനുസരണയുള്ള കൊച്ചി വിളിച്ച് അപ്പ തന്നെ വിളി കേൾക്കും. എന്നതായത് കൊച്ചെ മിച്ചർ ഞാൻ നിനക്ക് കഴിക്കാനല്ല തന്നത്, കളയാനാണ് തന്നത്. അല്ല പിന്നെ കളഞ്ഞെന്തിനാ? എനിക്കല്ല ചിരിയൊന്നും വരുന്നില്ല കേട്ടാ കല്ലു. ഒരു ദോശ തന്നത് അതിന്റെ പകുതി പോലും കഴിച്ചില്ല. അപ്പഴാ നീ എന്റെ അടുത്ത് വന്ന് മിച്ചർ ചോദിച്ചത്. എന്നിട്ട് മിച്ചർ എടുത്ത് തന്നപ്പോ കളഞ്ഞേക്കണ്ട മൊത്തം. നീ അത് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവുക. കഴിച്ചോളാന്നാ? അങ്ങനെയാണെങ്കിൽ നീ കഴിക്കണ്ട. പാത്രത്തിൽ നിന്ന് വിട്. ഇല്ല. മര്യാദക്ക് മര്യാദക്ക് പാത്രത്തിൽ നിന്ന് വിട്ടു, ഇല്ലെങ്കിൽ അടി കൊള്ളും. കല്ലു പാത്രത്തിൽ നിന്ന് വിട്. പാത്രത്തിൽ നിന്ന് വിട്. കല്ലു പാത്രം എടുത്ത് എറിയണം. ഇവളും ഞാനിന്ന് മിക്കവാറും കല്ലൂര് നല്ലത് കിട്ടും. പിന്നെ കിടന്ന് കരഞ്ഞാടല്ല, അടുത്താട് ഇനിയും കിട്ടും. നോക്കിയോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്തോ ലച്ചു നിനക്ക്? എന്ത് ലച്ചുന്? വേണ്ട വേണ്ട നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർ തലേ കയറി നിരങ്ങണ. ഒരു കൊച്ചിനിട്ട് അടിക്കണോ? അമ്മ ഇത് കണ്ട കഴിക്കാൻ കൊടുത്ത മിച്ചറാണിത്. പിന്നെ എങ്ങനെ പിള്ളേരെ തല്ലാതിരിക്കണേ? എടേ പറഞ്ഞ് മനസ്സിലാക്കി പോരായിരുന്നാടെ നിനക്ക്. അമ്മയുടെ കാര്യം നോക്കി പോയ അമ്മായി. ആ കൊടുത്തോരണം വേണം നിനക്ക്. എന്തിനാ ലച്ചു അടിച്ചത്? അതിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? എന്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞു മടുത്ത്. രാവിലെ ഒരു കഷ്ണം ദോശ കൊടുത്തിട്ട് അതിന്റെ പകുതി പോലും കഴിച്ചില്ല. വെറുതെ ഇങ്ങനെ സാറ്റലൈറ്റ് കറങ്ങി നടക്കണ പോലെ കറങ്ങി നടക്കുക. അപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അമ്മ ഇച്ചിരി മിച്ചർ തരുമോ? മിച്ചർ എടുത്ത് കൊടുത്ത്. ദേ മിച്ചർ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ആ ഇപ്പൊ അതാണല്ലോ വിഷയം. லட்சு நீ என்ன சொன்னாலும் சரி, கல்லுவை அடிச்சது தப்புதான். நான் போய் பார்க்கட்டும் அவன் என்ன செய்யறான்னு. ചേച്ചി കുഞ്ഞിലെ കാണിച്ചോലൊന്നും കല്ലു ഇപ്പൊ കാണിക്കുന്നില്ല. അയ്യോ, പാറുവാണല്ലോ എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത്. ഞാൻ ചെറുപ്പത്തിലെ കാണിച്ചത് മൊത്തം പാറു കണ്ടിട്ടുണ്ട്. ചേച്ചി കണ്ടത് മാത്രം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പാറു ഞാനേ തിളച്ച് നിക്കുക. അടുത്ത എന്റെ കൈപ്പത്തി ഉണ്ടല്ലോ നിന്റെ മുതുകത്തായിരിക്കും. മര്യാദയ്ക്ക് മിണ്ടായിരുന്നോ? ഞാനും പോയി നോക്കട്ടെ കല്ലു എന്താ ചെയ്യുന്നത്. അത് കുറച്ചു നേരം കരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പയ്യ ഇങ്ങ് എണീറ്റ് വന്നോളൂ. അളിയ എവിടെ പോയെന്ന് ഈ അവസരത്തിൽ ചോദിച്ചാ ഞാൻ നല്ല ചീത്ത പറയും. എടാ നിനക്ക് വേണമെങ്കിൽ നീ വിളിച്ചു ചോദിക്കണം അളിയനെ. എന്റെ അടുത്താണ് ചോദിക്കണത്. സോറി, ടൈമിങ് മാറിപ്പോയി. എന്തായാലും കൊള്ളാം. എടാ കുറച്ച് മുന്നേ വരെ അടുക്കളയിൽ നീയും കല്ലും കൂടെ കളിച്ചിരിച്ച് നിന്നതല്ലേ, പിന്നെ ഇപ്പഴെന്താണ് പ്രശ്നം? അന്തരീക്ഷം ഏത് സമയത്ത് വേണമെങ്കിലും മാറാലോ. എന്റെ അമ്മായി വേണ്ട നോക്കുമ്പോഴത്തേക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് വരുക. പിന്നെ എന്ത് ചെയ്യും? ഒരു പരിധിയില്ലേ? എന്റെ ലച്ചു, ഇനി പാത്രം എടുത്തെറിഞ്ഞെന്നും പറഞ്ഞു നീ വഴക്കിനൊന്നും പോവണ്ട. നീ മര്യാദക്കുന്നില്ലേ? ലച്ചുവിനാണ് പ്രശ്നം. ശരി ആയിക്കോട്ടെ. பாவம் லட்சு, அவ பெட்ல படுத்துட்டு அழுதுட்டு இருக்கா. ആ പിള്ളേരാകുമ്പോ കരയും. ഓ വലിയ അമ്മ കളിക്കണം അവള്. നിനക്കൊരെണ്ണം തരട്ടെ? എന്റെ അമ്മ എന്താണ് നിനക്ക്? തണുപ്പിച്ചോണ്ടിരുന്നു. എനിക്ക് ഇവിടെ പറയാൻ തോമാറ്. ചേച്ചി മതി ചേച്ചി. ആരുടെ മോള് നാക്ക് കാണ? ഓ നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? നീ എന്റെ അടുത്ത് മിണ്ടത്തില്ലേ? ഞാൻ നിന്റെ അടുത്ത് എന്തോ ചെയ്തത്? കല്ലു, നിനക്ക് ജാടയാണെങ്കിൽ നീ എന്റെ അടുത്ത് മിണ്ടണ്ട. പക്ഷെ നിന്നെ ഒറ്റയ്ക്ക് ഇരുത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും ഇവിടെ ഇരിക്കും.
ഇവള് ദേഷ്യത്തിൽ കലൂസ്. എന്താടോ കലൂസേ? എന്ത് പറ്റി? പോവാം. എന്റെ കയ്യിലേ കൊറേ ചോക്ലേറ്റ്സ് ഉണ്ട്. അമ്മയ്ക്ക് കൊടുക്കാനോ? ഞാൻ കല്ലൂസിന് വേണ്ടി മേടിച്ച ചോക്ലേറ്റ്സ് അല്ലേ? കല്ലൂസിക്ക് വന്നേ. ആരോടെയാ? ഇവക്കെന്ത് പറ്റി? ഇവള് ദേഷ്യത്തിലും വിഷമത്തിലും ഇരിക്കും. അച്ഛൻ്റെ അടുത്ത് വന്നേ. അച്ഛന്റെ അടുത്ത് വന്നില്ലെങ്കിൽ അച്ഛൻ മോക്ക് മേടിച്ച ചോക്ലേറ്റ്സ് എല്ലാം ഞാൻ പാറോളിന് കൊടുക്കും. ഓഹോ അളിയാ, എന്നതാ വിഷയം? അളിയാ, ഇവള് ഫുഡ് എന്താണ്ട് കഴിച്ചില്ല, അത് പ്രശ്നമായി. അത്രേ ഉള്ളൂ. അത്രല്ലേ ഉള്ളൂ? എന്താ കഴിക്കാത്തെ? എനിക്ക് വേണ്ടാത്തോണ്ട്. വേണ്ടാത്തോണ്ട് കഴിക്കത്തില്ല? ഇല്ല. ആ എന്തായി പോയ കാര്യമൊക്കെ? ഓ, പോയ കാര്യമൊന്നും നടന്നില്ലടാ. അടുത്ത ആഴ്ച വീണ്ടും പോണ്ടി വരും. ചേച്ചി കൊറേ നേരം ആയല്ലോ. വേറല്ലേ വീട്ടിൽ? അളിയാ, നിന്റെ അനന്തരവളി ഇവിടെ വഴക്കിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് നീ ശ്രദ്ധിക്കുന്നില്ല? ഞാനോ? ആ, നമുക്ക് ശ്രദ്ധിക്കാം അവിടെ അളിയാ സമയം. പിന്നെ വേറെ വേലയില്ല. അവിടെ വരുമ്പോ അളിയാ അടി കിട്ടിയ പിന്നെ ഇങ്ങനല്ല വേറെ അങ്ങനെ വന്നിരിക്കേ. അടി കിട്ടിയെന്നോ? പിന്നല്ലാതെ. അല്ല, പാറോളിയൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിലാണ് വിഷയം ഉണ്ടാന്ന് പറഞ്ഞു. ആ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേര് തന്നെ തോന്നുന്നു. പക്ഷെ അങ്ങനെ വന്ന വഴിക്ക് അവസാനം അവര് തമ്മിൽ എന്തോ അടിയെന്തോ ആയി. പാത്രം വലിച്ചെറിഞ്ഞു. ഓ, ഒറ്റ സെക്കൻഡ്. പാത്രം ആരാ വലിച്ചെറിഞ്ഞ്? ആരായിരിക്കും? കല്ലു കൊച്ചിനെ ഒരുപാട് അടിച്ചോടാ? ഒറ്റടി അടിച്ചോളൂ. അല്ലെങ്കിലും ഈ ലച്ചുവിന് ദേഷ്യം വന്നാ പിന്നെ പിടിച്ചാ കിട്ടൂല. ഈ പറയുന്ന ആള് ദേഷ്യം വന്ന ചിരിച്ചോണ്ടിരിക്കുവല്ലോ. പാറുവേ, സത്യം പറഞ്ഞാലേ അമ്മയും കണക്കാ മോളും കണക്കാ. ഇപ്പൊ കല്ലൂന് ഭയങ്കര വാശിയാണേ. അപ്പൊ കൊച്ചു പിള്ളേർക്ക് ഭാഷ കാണിച്ചൂടെ? വലിയവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഹലോ, കൊച്ചു പിള്ളേരെ വാശി കാണിച്ചൂടാ. നീയും കൊച്ചു പയ്യനാ കേട്ടോ. എന്തായാലും ഇപ്പൊ അതായാലും ചോദിച്ചവിടെ. അതൊക്കെ വിട്. കല്ലൂസേ, ഇപ്പൊ എന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മിഠായി തരും. പിന്നെ ചോദിച്ചോണ്ടോ ഞാൻ തരത്തില്ല. ലോലിപോപ്പ്. കിട്ടി, ബോധിച്ചു. കല്ലുവേ വാ. അളയാ, അളയൊന്ന് ചൂടായി നോക്കൂ. കല്ലു, കിട്ടിയല്ലോ, പോവാ. വാ. പക്ഷെ അങ്ങനെ പോവാൻ പറ്റത്തില്ല. അവള് ചിലപ്പോ ഇറങ്ങി ഓടിയാലാ. ദേ, ദാ പോണ്. ഇതെവിടെ പോണം? ദേ, ദേ, ദേ.